അല്ലേ നീ എന്തിനാ ഈ പഴയ പാത്രമൊക്കെ ഇങ്ങനെ പറക്കി വെച്ചേക്കുന്നേ? നീ വല്ല പാത്രക്കട തുടങ്ങാൻ പോവാന്നോ? அம்மா இங்க இந்த பழைய பாத்திரம் எல்லாம் எடுத்துட்டு புதுசா பாத்திரம் கொடுக்கற ஏதாவது கடை இருக்கா? ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, കാണുമായിരിക്കും. പക്ഷെ പിറവത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയിലെ പഴയ പാത്രം കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് പൈസയോടെ കൊടുക്കുവാണെങ്കിൽ പുതിയ പാത്രം തരുമായിരുന്നു. அம்மா அப்படின்னா நாம அங்க போலாமா? இந்த பாருங்க, இந்த பாத்திரம் எல்லாம் அப்படி கலர் எல்லாம் போச்சு, ஒரு மாதிரியா இருக்கு. இதெல்லாம் நலுங்கி இருக்கம்மா. நம்ம இதெல்லாம் கொடுத்து புதுசா பாத்திரம் எல்லாம் വാങ്ങலாம். അങ്ങനെയാണെങ്കിൽ കുറച്ച് കുപ്പി ഗ്ലാസും അതുപോലെ തന്നെ കുറച്ച് കപ്പും കൂടെ മേടിക്കണേ. കുപ്പി ഗ്ലാസ് കുറച്ച് കൂടുതൽ മേടിച്ചു, കാരണം ആഴ്ച 2 എണ്ണം വീതം പൊട്ടിക്കണമല്ലോ. ആ പൊട്ടിക്കുന്നതിൻ്റെതായിട്ട് വഴക്ക് ഇവിടെ നടക്കാറുണ്ട്. ഇനി അതിന്റെ കുറ്റം കൂടെ കുപ്പി ഗ്ലാസിന്റെ മണ്ടയ്ക്ക് വെക്ക്, അല്ലാതെ ഇവിടുത്തെ ആൾക്കാരുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. ആന്റി, അടുത്ത ശനിയാഴ്ച നമുക്ക് 2 പേർക്കും കൂടെ മറ്റേ മറൈൻ ഡ്രൈവ് ബ്രോഡ്വേ സൈഡ് ഉണ്ടല്ലോ, അവിടെ പോയി കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാം. അതെന്താ നമുക്ക് 2 പേർ കൂടെ പോകാമെന്ന്? അമ്മ വേണമെന്നാ നീങ്ങളും വാങ്ങളേ. അയ്യോ, വേണമെങ്കിൽ നിങ്ങളും വാങ്ങേന്നോ? അതെന്തൊരു വർത്താനാ? வாங்க, அதான் நான் சொல்லப்போ அப்படி சொன்னேன், அவ்வளவுதான். മനസ്സിലായി മനസ്സിലായി. ആന്റി പറഞ്ഞ കറക്റ്റ് കേട്ടോ. പാത്രത്തിന്റെ ഒക്കെ അവസ്ഥ നോക്കിക്കേ. പാത്രം എന്നൊക്കെ പറഞ്ഞ അവിടെ കുഴിപ്പള്ളത്തെ വീട്ടിലെ പാത്രങ്ങള് എന്നാ ഭംഗിയാന്നറിയോ എല്ലാം കാണാൻ. അവിടുത്തെ അമ്മയുണ്ടല്ലോ ഇങ്ങനെ ഓരോന്നായിട്ട് അടുക്കി 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 ഭയങ്കര വൃത്തിക്കാണ് വെച്ചേക്കുന്നത്. ആ അടുക്കള തന്നെ എന്തൊരു വൃത്തിയാണ്. ഇവിടുത്തെ പാത്രത്തിനും ഇവിടുത്തെ അടുക്കളയ്ക്കും എന്തുവാ കുഴപ്പമെന്നൊന്ന് പറഞ്ഞാട്ടെ. ഇവിടത്തെ പോലെ ഒന്നും അല്ല. ഇവിടെ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഒരു 10-15 പാത്രം അങ്ങനെ നിരത്തി വെക്കും. അവിടുത്തെ അമ്മ എങ്ങനെയാന്ന് അറിയോ? ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ആവശ്യത്തിന് പാത്രം എടുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പൊ തന്നെ കഴുകി തുടച്ച് മിനുക്കി അടുക്കി പെറുക്കി വെക്കും. പക്ഷെ ചേച്ചി അടുക്കളയായിട്ട് അങ്ങോട്ട് കേറിയ എല്ലാം കഴിഞ്ഞു. ഓടാവിടന്ന്. അവിടുത്തെ അമ്മയ്ക്ക് എന്റെ രീതികളൊക്കെ അറിയാം, അതുകൊണ്ട് എന്നെ ഒന്നും പറയാറൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും സിദ്ധുവിന്റെ അനീത്തി വരുമ്പോഴത്തേക്കും അവൾ എന്തെങ്കിലും കുക്കൊക്കെ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അമ്മ അലമ്പുണ്ടാക്കാറുണ്ട്. லெச்சு எங்க போனாலும் எல்லாமே உன்னோட கண்ட்ரோல்ல வரும்ல. நீ சூப்பர் தானே லெச்சு? പിന്നെ അല്ല, അവിടുത്തെ എല്ലാരും ഞാനേ സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചേക്ക. ഉപ്പിട്ടാണ് കുപ്പിയിലാക്കി വെച്ചേക്കണേ. ഓടാടന്ന്. അമ്മൂമ്മയ്ക്കൊരു കാര്യം അറിയോ? സിദ്ധുവിന്റെ അമ്മേനെ ഭയങ്കര പേടിയാ. അവൻ എന്തെങ്കിലും സിദ്ധുവിന്റെ അമ്മയടുത്ത് പറയാനുണ്ടെങ്കിൽ അവൻ എന്റെ അടുത്ത് പറയും. ഞാൻ വേണം അവിടുത്തെ അമ്മയടുത്ത് പറയാൻ. കാരണം എന്താ? എനിക്ക് അവിടുത്തെ അമ്മേനെ വലിയ പേടിയില്ല. ഞങ്ങൾ തമ്മിൽ എടാ പോടാ ബന്ധമല്ലേ. അത് പിന്നെ എല്ലാവരും ആൾക്കാരെ പതപ്പിച്ച് ചില പേരൊക്കെ വിളിച്ച് കയ്യിലെടുക്കാൻ ചേച്ചിയെ കഴിഞ്ഞല്ലേ ഉള്ളൂ വേറെ ആൾക്കാര്. സിദ്ധുവിന്റെ അമ്മേനെ ഇച്ചിരി സോപ്പിട്ട് എടുക്കാൻ കഷ്ടപ്പാടാണ്. പക്ഷെ എന്നാലും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മേ, അമ്മക്കുട്ടി, അമ്മൂട്ടി എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ സോപ്പിട്ട് എടുക്കും. പക്ഷെ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ എന്നെ ഒന്നും പറയാറില്ല, കാരണം എന്നെ ഭയങ്കര കാര്യമാണ്. അവിടുത്തെ അച്ഛനും അതേപോലെ തന്നെയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമെന്നറിയോ അച്ഛന്. പിന്നെ അവിടെ ഒച്ചപ്പാടായി, ബഹളമായി, ചിരിയായി. അച്ഛനുണ്ടല്ലോ പിള്ളേരെ പോലെയാണ് പിന്നെ ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിലും ജനാർദ്ദന് നല്ല തമാശക്കാരനാണല്ലോ. അതെ 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 അതെ. പക്ഷെ അച്ഛനും അതുപോലെ തന്നെ സിദ്ധുവിന്റെ അമ്മേനെ ഭയങ്കര പേടിയാ. അച്ഛനും എന്തെങ്കിലും കാര്യം അമ്മയടുത്ത് പറയാനുണ്ടെങ്കിൽ അത് ഞാൻ വേണം പറയാൻ. എന്നിട്ട് ഞാൻ അവിടെ വരുമ്പോഴൊന്നും ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് എന്റെ കുഴപ്പമാണോ? സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും തിരിച്ചൊന്നും പറയാറില്ല. എല്ലാവർക്കും അവിടുത്തെ അമ്മേനെ ഭയങ്കര പേടിയാണ്. പക്ഷെ അവിടുത്തെ അമ്മയ്ക്ക് ആരെങ്കിലും കുറച്ച് പേടി ഉണ്ടെങ്കിൽ അത് ഈ ലച്ചുവിനെയാ. ശരിക്കും സത്യം. കുറച്ചു ദിവസമായി അച്ഛനെയൊക്കെ ഒന്ന് വിളിക്കണം.